ദുര്യോധന ജ്യേഷ്ഠപുത്ര, നമുക്ക് പണയപ്പെട്ട് കഴിഞ്ഞ ഈ അടിമകളെ എന്ത് ചെയ്യണമെന്ന് കൽപ്പിച്ചാലും അനി അതുശാസൻ, നമുക്ക് പണയപ്പെട്ട് കഴിഞ്ഞ പാഞ്ചാലിയെ ഈ സ്റ്റേജിന്റെ ഈ സഭയുടെ മധ്യത്തിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുവരൂ. ശ്രീനി, മൊത്തം 5 സാരിയേ ഉള്ളൂ. 4ാമത്തെ സാരി ആയിരിക്കും നീ പ്രത്യക്ഷപ്പെടണം. ഏറ്റവും പറഞ്ഞില്ലേ, മൊത്തം 5 അല്ലെ 4 അഴിക്കുമ്പോ ഞാൻ അവിടെ എത്തിയിരിക്കും. ഏറ്റല്ലോ വേഗം ചെല്ല് ചെല്ല്. നീ ഞങ്ങളുടെ അടിമയാണ്. ഇവിടെ വരൂ. അടിമപ്പെണ്ണിന് മട്ടുടയാടുകൾ അഴിച്ചു മാറ്റൂ. ദുശാസന, ദുശാസന, എന്റെ രക്തം തിളയ്ക്കുന്നു. അമ്മാവനോ? അമ്മാവൻ ഞാൻ കയറാറായി. അമ്മാവന് മുമ്പിൽ നിന്ന് സുഖമായിട്ട് കാണാം. നാണം കെട്ടാൻ എന്നിട്ട് നാടകം നടക്കണം. അയ്യോ, വരുന്നു. സാരി അഴിക്കാൻ ഞാൻ കയറേണ്ട സമയമായി. കണ്ട പെണ്ണുങ്ങളുടെ സാരി അഴിക്കുന്നത് നിനക്കെന്താ കാര്യം? അയ്യോ, ഞാൻ ചെന്നില്ലെങ്കിൽ സാരി അഴിയും. അഴിഞ്ഞ എല്ലാം പുറത്താവും. പുറത്താവട്ടെ, ആകെ ചളവും. ഇങ്ങോട്ട് വരാൻ സാരി അഴിക്കില്ലേ? ഇതൊന്നും കഴിഞ്ഞോട്ടെ. കൃഷ്ണനെവിടെ? കഴിഞ്ഞ തവണ നാടകം എന്ന് പറഞ്ഞു പോയപ്പോ നിന്നോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ മേലാൽ ഇത് ആവർത്തിക്കരുതെന്ന്? ഇല്ലേ? പിന്നെ നീ പോയെങ്കിൽ എന്താ അതിന്റെ അർത്ഥം? എന്റെ വാക്കിന് അത്രയേ നീ വില കൽപ്പിക്കുന്നുള്ളൂ എന്ന് അല്ലേ? അതവിടെ നിൽക്കട്ടെ. മറ്റന്നാ ഫിസിക്കൽ ടെസ്റ്റിന് ചെല്ലണം. എന്താ? അല്ല, പോലീസ് എന്നൊക്കെ പറയുമ്പോ കുറച്ചിലുണ്ടോ? നിന്റെ വിദ്യാഭ്യാസത്തിന് ഐജിയുടെ ജോലിയൊന്നും കിട്ടത്തില്ലല്ലോ. എന്നാലും വേറെന്തെങ്കിലും ഒരു ജോലി. പിന്നെന്തിനാ ടെസ്റ്റ് എഴുതിയത്? അത് കിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ആ കോപ്പറേറ്റീവ് ബാങ്കിലെ ക്ലാർക്ക് പണി അമ്മ ഒരു വാക്ക് പറഞ്ഞാൽ എനിക്ക് കിട്ടും. എന്നാ പിന്നെ നാട്ടിൽ തന്നെ നിൽക്കുകയും ചെയ്യാലോ. ഈ ജന്മത്ത് ഞാൻ ശുപാർശ ചെയ്തിട്ട് നിനക്ക് ജോലി കിട്ടുമെന്ന് കരുതണ്ട. സ്വപ്രയത്നം കൊണ്ട് കിട്ടിയിട്ട് പോയാ മതി. സ്വന്തം പ്രയത്നം കൊണ്ട് എനിക്കൊരു ജോലിയൊക്കെ കിട്ടും. അമ്മാവന് അനുവാദം തന്നാ മതി. എന്താ അത്? പറ. KPSCയിലോ സൂര്യസോമയിലോ അങ്ങനെ ഏതെങ്കിലും ഒരു വലിയ നാടക കമ്പനിയിൽ ഒരു നടനായി ഇപ്പൊ പഴയതുപോലെയൊന്നുമല്ല, അത്യാവശ്യം പൈസയും കിട്ടും. പിന്നെ മനസ്സുകൊണ്ട് എനിക്കും അതാ താല്പര്യം. എന്റെ അനുവാദത്തോടെ നീ ഒരു നാടകക്കാരനാവുമെന്ന് കരുതണ്ട. നീ എന്റെ വാക്ക് കാര്യമാക്കുന്നില്ലെങ്കിൽ ഇഷ്ടംപോലെ ആയിക്കോ. എനിക്കെന്തെങ്കിലും പറ്റി വീണുപോയാ ഈ കുടുംബം നോക്കണ്ട നീയാ. നിനക്ക് താഴെ ഒരു പെൺകുട്ടി കൂടിയുണ്ട്. അവളുടെ കാര്യം കൂടെ ഓർത്തിട്ട് എന്താന്ന് വെച്ചാ ചെയ്തോ. അമ്മേ, ശിവൻകുട്ടി പറഞ്ഞതേ എനിക്കും പറയാനുള്ളൂ. ഗുണദോഷിക്കാൻ അച്ഛന്റെ സ്ഥാനത്ത് അവനല്ലേ ഉള്ളൂ. പിന്നെ വീടിനെയും വീട്ടുകാരെ മറന്നു നടക്കാനാണ് ഭാവമെങ്കിൽ ആയിക്കോ. ചേട്ടാ, നല്ല സ്റ്റൈലായിരിക്കും ചേട്ടാ. കൊപ്പട മീശയൊക്കെ വെച്ച് ശ്രീനി പോലീസ്. എനിക്ക് പറയാനൊരു ഗമയാ. ഒന്ന് സമ്മതിക്കേട്ടാ. ഒരുമാതിരി കിന്നാരവും പറഞ്ഞോണ്ട് എന്റെ അടുത്ത് വന്നാണ്ടല്ലോ. ചൊറിഞ്ഞു കയറുന്നില്ല എനിക്ക്. ഓ, ഞാൻ പോവാ. എത്ര കാലമാടാ നമ്മൾ ഈ നാടകങ്ങളെ അഭ്യാസമായിട്ട് നടക്കുക. സകല ത്യാഗവും സഹിച്ച് പോയി വരുമ്പോ കിട്ടുന്ന പ്രതിഫലം ഇതൊക്കെ അല്ലേ. കൂട്ടത്തിൽ നീ എങ്കിലും രക്ഷപ്പെടുമെന്ന് പറയുമ്പോ മനസ്സിന് സന്തോഷമാടാ. ഞാൻ ഇന്നേ വരെ ഒരു പോലീസ് സ്റ്റേഷനെ തിണ്ണ പോലും കണ്ടിട്ടില്ല. ചുമ്മാതാണെങ്കിലും കാക്കയാണ്ട എന്റെ കൈയും കാലും വരയ്ക്കാൻ തുടങ്ങും. അങ്ങനെയുള്ള എനിക്ക് എങ്ങനെയാടാ? അതിപ്പോ പോലീസ് ചേരുന്നവരാരും മുമ്പാ പണി ചെയ്ത് ശീലമുള്ളവരൊന്നും അല്ലല്ലോ. അതൊക്കെ അങ്ങ് പരിചയമാവുന്നല്ലേ. എന്നാലും നിങ്ങൾക്കറിയില്ല എന്റെ മനസ്സിലുള്ള സ്വപ്നം. എടാ, നമ്മുടെ ഈ പഞ്ചമി ഒരു വലിയ നാടക കമ്പനി ആക്കുക. സ്വന്തം വണ്ടി, ഓഫീസ്, മാസത്തിൽ 30-40 കളി, അങ്ങനെ അങ്ങനെ. എടാ, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കാനേ കൊള്ളൂ. ഒരു കാലത്തും നടക്കത്തില്ല. എടാ, ഒരു പോലീസുകാരനാകാന്ന് പറഞ്ഞാൽ നീ കരുതുന്നവരെ അത്ര മോശമല്ല. പ്രൊമോഷൻ എല്ലാം കിട്ടി ഒരു കാലത്ത് SI ആവൂടെ. ആവനാഴിയില് മമ്മൂട്ടി ചെത്തിയ മാതിരി ചെത്താളിയാ. എന്റെ പൊന്ന് ശ്രീനി, നീ ഒന്ന് കയറി കൂടിയാൽ നമുക്ക് പല പല ഗുണങ്ങളുണ്ട്. ഇന്നലെ കല്ലെറിഞ്ഞതാ ചന്ദ്രപ്പനും കൂട്ടരുമല്ലേ. അവരെ എല്ലാം നമുക്കൊരു ദിവസം സ്റ്റാൻഡിൽ പിടിച്ചുകൂടെ? പിന്നെ അത് ഈസിയാണ്. ഒരു കള്ളക്കേസ് ഉണ്ടാക്കി ഇവന്മാരെ ലോക്കപ്പിലാക്കണം. എന്നിട്ട് വൃത്തിയായിട്ട് 4 പൂശങ്ങ് പൂശണം. പോസ്റ്റിംഗ് ഇവിടെ തന്നെ കിട്ടൂടാ. നിന്റെയൊക്കെ പറച്ചിൽ കേട്ടാ തോന്നുന്നു എല്ലാം അങ്ങ് തീരുമാനിച്ചെന്ന്. എടാ, നിന്റെ നല്ലതിന് വേണ്ടിയല്ലേ ഞങ്ങൾ നിർബന്ധിക്കൂ. അതങ്ങ് ഉറപ്പിക്കും. അതേടാ. എടാ, സമ്മതിക്കേ. ഓ, ചെലക്കാതെ സമ്മതിച്ചു. പോലീസ് എങ്കിൽ പോലീസ്.
അല്ല പുത്തൻചെറിയിൽ നിന്ന് വരുന്ന കുഞ്ഞെ പുത്തൻചെറിയിൽ നിന്ന് വരുന്ന ബോട്ടാണോ വന്നത്? അതെ. ഓ, ആ മലക്കറിക്കാരനെ ഇന്നും കാണുന്നില്ല, എന്തോ ചെയ്യും? ഈ പോലീസ് സ്റ്റേഷൻ എവിടെ അമ്മാവാ? എമ്പോക്കി അമ്മാമ നിന്റെ മറ്റവനാ. ഓരോരുത്തൻ വരും അമ്മാമൻ അപ്പൂപ്പ എന്ന് പറഞ്ഞോണ്ട്. എവിടെ നിന്ന് കെട്ടിയെടുത്തടാ? എന്തിനാ ആശാനെ അങ്ങേരെ കയറി അങ്ങനെ വിളിക്കാൻ പോയത്? അല്ല, ഞാൻ അമ്മാവാന്ന്. മാധവൻപിള്ള ചേട്ടന്റെ ഇരട്ട പേരാ അത്. അങ്ങനെ വിളിക്കുന്നത് വലിയ കലിയാ. ഇപ്പൊ എന്തോ ചീത്ത വിളിച്ചില്ല. അയ്യോ, ഞാൻ അറിഞ്ഞില്ല. അല്ല എങ്ങോട്ടാ? അല്ല, ഈ പോലീസ് സ്റ്റേഷൻ. ദാ നേരെ പോയാ മതി, ബോർഡ് കാണാം. എന്റെ ദൈവങ്ങളെ, കുത്തും കൊലും അക്രമമായിട്ട് ഇന്നിങ്ങോട്ട് ആരും അയക്കല്ലേ. ഇതൊക്കെ കണ്ടും കേട്ടും മടുത്തിട്ടാ. നിർബന്ധമാണെങ്കിൽ ഒന്നോ രണ്ടോ പെറ്റിക്കേസുകളാവാം. സാറേ ഒരാൾ വന്നിരിക്കണം. പറഞ്ഞ് മുഴുവനാക്കാൻ സമ്മതിക്കാതെ ഇങ്ങോട്ട് എഴുന്നള്ളിത് ഏത് പുലിവാലാണാവോ? ഇതാ വരണു. എന്റെ ഭഗവാനെ. നമസ്കാരം സാർ. അതവിടെ നിൽക്കട്ടെ, കാര്യം പറ. ആരെങ്കിലും തന്നെ തല്ലിയോ അതോ തന്റെ വല്ലതും കളവ് പോയോ? അഥവാ പോയെങ്കിൽ എപ്പോഴാ എന്താ സാധനം വേഗം പറഞ്ഞിട്ട് പോയിക്കോ. അതല്ല സാർ. ആ, പരാതി എഴുതിക്കൊണ്ടു വന്നിരിക്കുകയാണല്ലേ. മര്യാദക്കാരനാണല്ലോ താൻ. ഇതിന്റെ ശരിയായ രീതിക്ക് നല്ല വശമുണ്ടല്ലേ. ഇങ്ങോട്ട് തന്നെ. പരാതിയല്ല സാർ, ജോയിൻ ചെയ്യാനുള്ള ഓർഡറാ. ഓ, പുതിയ അപ്പോയിന്റ്മെന്റാ. ഞാൻ പരമേശ്വരൻ നായർ, ഹെഡ് കോൺസ്റ്റബിൾ ഇൻചാർജ്. വരണം. മൊയ്തീൻ നമ്പ്യാരെ, ഇത് പുതിയ അപ്പോയിന്റ്മെന്റാ. പേരെന്താ പറഞ്ഞ്? ശ്രീനിവാസൻ. ഞാൻ മൊയ്തീൻ. സ്ഥലം എവിടെ? കല്ലൂപ്പാറ. അപ്പൊ കുറുപ്പിന്റെ ഭാര്യ വീടിന്റെ അടുത്താണല്ലോ. ആ, ഞാൻ പാലത്തുനിന്നാ കെട്ടിയിരിക്കുന്നേ. അയ്യോ, നമ്മുടെ SI കരിമ്പാറ മാത്രം സാർ എത്തിയിട്ടുണ്ട്. ശ്രീനിവാസ, ഒന്ന് നന്നായിട്ട് കണ്ടോളൂ കേട്ടോ. അതിന്റെ മോനെ, നിന്നോട് സ്റ്റേഷൻ വരെ വരാൻ പറഞ്ഞ നീ വരത്തില്ലല്ലേ? എന്റെ അടുത്ത് എപ്പിടി കാണിക്കുന്നത്? എന്താണ് നീ രായപ്പന്റെ അടുത്ത് പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ല സാർ. എന്താണ് നീ പറഞ്ഞ? എനിക്കറിയാടാ നിന്നെ അറസ്റ്റ് ചെയ്യാൻ വകുപ്പെന്ന്. അയ്യോ, ഒന്ന് പിടിച്ചേ. മൊയ്തീനെ നമ്പ്യാരെ, ഇത്തിരി വെള്ളം കൂടെ എടുത്തേ. ഇത്തിരി വെള്ളം കൂടെ എടുക്കണോ. ആരാടോ നായര്? പുതുതായിട്ട് ജോയിൻ ചെയ്യാൻ വന്നതാ. ഭേദം ചെയ്യാനായിട്ട് തല ഇറങ്ങിയതാവും. ശീലം ഉണ്ടാവില്ല. ഗ്യാസ് പോയോ? അയ്യോ. ആ, വഴിതെറ്റി കയറിയാണോ? അല്ല സാർ. പിന്നെ വീട്ടുകാരുടെ നേർച്ചയായിരുന്നു തന്നെ പോലീസ് ചേർക്കാമെന്ന്. തന്റെ മുഖത്തൊണ്ട് ലക്ഷണം താൻ ഈ തൊഴിലിന് പറ്റിയവനല്ലെന്ന്. ആ, ശരി ശരി, നടക്കട്ടെ. ഇവിടെ നായരെ, സാർ, ഡീറ്റെയിൽസ് എടുത്തിട്ട് ക്യാപ്പ് മെൽറ്റ് ഇഷ്യൂ ചെയ്തേരെ. ഓ. നാളെ മുതൽ ഡ്യൂട്ടി കയറട്ടെ. പത്ത് 30 വർഷത്തേക്കുള്ള നിന്റെ സർവീസും തുടങ്ങുക. നല്ല പ്രാർത്ഥിച്ചില്ലേ? പ്രാർത്ഥിച്ചു. എന്നങ്ങോട്ട് ഇറങ്ങാം. ഭഗവാനെ, ഈ കാക്കിടുപ്പും തൊപ്പിയും എന്ത് തോന്നിവാസവും കാണിക്കാനുള്ള ലൈസൻസ് ആണെന്ന് കരുതുന്നവരുണ്ട്. എന്നാ അങ്ങനെയല്ല. എന്ത് തോന്നിവാസവും കാണിക്കാൻ മനുഷ്യന്മാർ ഒരുമിടുമ്പോ അത് തടയാനുള്ളവരാ നമ്മള്. അതിന്റെ വ്യത്യാസം മനസ്സിലായോ? ഇന്നലെ പരിചയപ്പെട്ടില്ലേ നമ്മുടെ SI കരിമ്പാറ മാത്തൻ. ഈ കരിമ്പാറ എന്നുള്ള വീടിന്റെ പേരാ. വീടിന്റെ പേരും ആ പ്രകൃതം തമ്മിൽ എന്തൊരു യോജിപ്പാ. കിള്ളിക്കുരിശുമംഗലത്തെ മാത്തന്നല്ല, കരിമ്പാറ മാത്തന്ന. അതൊരു ജന്മം. മനുഷ്യന്റെ രൂപം മാത്രമേ ഉള്ളൂ, ഉള്ളിൽ ചെകുത്താനാ. ഒരു പോലീസുകാരൻ എങ്ങനെ ആവരുത് എന്നുള്ളതിന്റെ ഉത്തമ ദൃഷ്ടാന്താണ് കരിമ്പാറ. മനസ്സിലായോ? അല്പം മനുഷ്യപ്പറ്റും ദയൊക്കെ ഉണ്ടാവുന്ന ഈ തൊഴിൽ നിഷിദ്ധമൊന്നുമല്ല. സത്യം പറയട്ടെ, താനൊരു കലാകാരനായതുകൊണ്ടാ എനിക്ക് തന്നോടുള്ള ഈ അടുപ്പം. ഞാനും 2-2.5 കൊല്ലം കഥകളി പഠിക്കാൻ പോയതാ. ഒരു കളിക്കാരനാവണമെന്നായിരുന്നു മോഹം. ജീവിക്കാൻ ഒരു മാർഗവും ഇല്ലാതായപ്പോ ഇങ്ങനെ ഇറങ്ങിയുള്ളൂ. നടന്നോ, സമയം കളയണ്ട. ഇവിടെ അത്ര തിരക്കുള്ള സ്റ്റേഷനൊന്നല്ല. എല്ലാ അടിപിടി കേസോ പെറ്റി കേസോ അങ്ങനെ ചില്ലറ കേസുകളൊക്കെ ഉള്ളൂ. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് പറ്റിയ സ്റ്റേഷനാ. സുഖ. ഹലോ ഹലോ ഹലോ. ഇതറിയില്ലേ, വയർലെസ് സെറ്റ്. വളരെ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾക്ക് അടുത്ത സ്റ്റേഷനിലേക്ക് വിളിച്ചു പറയാനുള്ള ഒരു ഏർപ്പാട്. ഹലോ ഹലോ, കുറവന്തോട് പോലീസ് സ്റ്റേഷനല്ലേ? ഇത് വടക്കേക്കരയാ. അളിയനല്ലേ? ഇത് മൊയ്തീനാ. നാളെ അളിയൻ വരുമ്പോ ഫാത്തിമയുടെ ബ്ലൗസും പിള്ളേരുടെ ഉടുപ്പും അവിടെ ടൈലർ കുഞ്ഞിന്റെ കടയിൽ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്. അത് വാങ്ങിച്ചോണ്ട് വരണം. വളരെ അത്യാവശ്യമാ. നിക്കാഹിന് പോകാനുള്ളതാ. അതെ, മറക്കരുത്. ശരി, ഓവർ ഓവർ. ശ്രീനിവാസ,
റൈഫിൾ സെന്റർ ഡ്യൂട്ടി ഉണ്ട്, മനസ്സിലായില്ലേ? മുന്നിൽ പാറാൻ വെക്കുക. ആ ആദ്യത്തെ ഡ്യൂട്ടി അതിനെ ആവട്ടെ. എന്താ? ശരി സാർ. ആ റൈഫിൾ മേടിച്ചോളൂ. ഏയ് എന്താ കുട്ടി? കുട്ടിയോ? കൈയെടുത്തേ. ആ എങ്ങോട്ട് പോവാ? ഇത് പോലീസ് സ്റ്റേഷനാ. ആഹാ, എന്നാ ഞാൻ ഇതിന്റെ അകമൊക്കെ ഒന്ന് കയറി കണ്ടോട്ടെ. കേറി കാണാനോ? കേറി കാണാൻ എന്താ കാഴ്ചമംഗളാവാ? ആ, നിങ്ങളെ നിൽപ്പും പാവൊക്കെ കാണുമ്പോ എനിക്ക് അങ്ങനെ തോന്നുന്നേ. കൈയെടുത്തേ. പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? ഇതെന്തുവാ? പറ്റില്ല എന്ന് ഭയങ്കര അവിടെ ശല്യമായിരിക്കും. നിൽക്കാലോ. എന്താ എന്താ സാർ ഈ കുട്ടി. അതെ എന്റെ മോളാ. എന്താ? ഒന്നുമില്ല സാർ. എടാ, നിന്റെ മോൻ ധരിക്കണ എന്റെ ചന്ദ്രിക, നിനക്ക് ഇത്തിരി അടക്കം ഒതുക്കെ ആയിട്ട് മര്യാദയ്ക്ക് നടന്നൂടെ? അച്ഛൻ ഉണ്ണുന്നെങ്കിൽ ഉണ്ണാൻ നോക്ക്, എനിക്ക് പോണം. ഇനി ഞാൻ ഉണ്ണാത്തന്റെ ഉള്ളൂ. ഏതാ ചാക്കോന്തൻ? ഒന്നും മിണ്ടാതിരിക്കണ്ടോ? ശ്രീനിവാസ, ആ താനെവിടെ ഇരി. അയ്യോ വേണ്ട സാർ, ഞാൻ ആ മാധവപിള്ളയുടെ കടയിൽ നിന്ന്. താനാ തോക്ക് മാറ്റി വെച്ച് ഇവിടെ വന്ന് ഇരിയടോ. ഉള്ളതുകൊണ്ട് രണ്ടുപേർക്ക് കൂടെ കഴിക്കാം. വിളമ്പ് മോളെ, ആ പ്ലേറ്റും കൂടെ എടുത്ത്. സാർ, മോളാണെന്ന് മനസ്സിലാവാത്തോണ്ടാണ് ഞാൻ. ക്ഷമിക്കണം കേട്ടോ. എനിക്ക് ആണും പെണ്ണുമായിട്ട് ഇത് ഒരെണ്ണേ ഉള്ളൂ. അത് തന്നെ ധാരാളല്ലേ. ഏതിനാ പഠിക്കുന്നത്? ടൈപ്പ്. ഹയർന. അത് പിന്നെ വലിയ കാര്യല്ലേ. അച്ഛാ. ആ വിളമ്പ് വിളമ്പ്. അയ്യോ, അതാ ജീപ്പ് വരണു. ഞാൻ പോവാ. എന്താ ഇത്? അച്ഛന് അച്ഛന് ഊണ്. ഏ, രാവിലെ കഞ്ഞിയാണോ കുടിച്ചേ? ഇല്ല സാർ, പുട്ടും കറില്ല. ഒന്ന് ചോണയായിട്ട് നിൽക്കണോ? ഓടോടുന്നു. വാടോ, എങ്ങനെയുണ്ട് എന്റെ ബംഗ്ലാവ്? കൊള്ളാം സാർ. ആ ഇത് എനിക്ക് ആകെയുള്ള ഒരു ഭാര്യ. ഞാൻ പറഞ്ഞിരുന്നില്ലേ, സ്റ്റേഷനിൽ പുതിയതായിട്ട് വന്ന ആളാ ശ്രീനിവാസൻ. എവിടെയാ വീട്? കല്ലൂപ്പറയല്ല. ആഹാ, അവിടെ വാലിയമിറ്റെന്ന് പറഞ്ഞൊരു വീടുള്ളത് അറിയോ? അറിയാം. എന്റെ ചെറിയമ്മയുടെ മൂത്ത മകളുടെ ഭർത്താവിന്റെ സഹോദരിയെ കെട്ടിച്ചയച്ചിരിക്കുന്നത് അങ്ങോട്ടാ. ഓ, അവരൊക്കെ അവിടെ തന്നെ സുഖമായിട്ട് ഇരിപ്പുണ്ട്. നീ പോയി ചായ ഇടാൻ നോക്ക്. ഹോ, ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. കാര്യങ്ങൾ ചോദിക്കുന്നതിനിടയ്ക്കാ. കെട്ടിയിരിക്കണ ഒരു സാറാ, ഗോപാലേഷൻ. അറിയാം. അമ്മയുടെ എന്തൊരു അടുത്ത ബന്ധം കൂടി ഉണ്ട്. ആണോ? കണ്ടോ കണ്ടോ, പറഞ്ഞു വരുമ്പോ രക്തബന്ധം ഇല്ലെങ്കിലും ബന്ധുക്കളായിട്ട് തന്നെ വരും. പിന്നെ എടോ ശ്രീനി, എനിക്ക് തന്നോട് ഇത്തിരി സ്നേഹം ഉണ്ടായിരുന്നു. അതിപ്പോ പോയി. അല്ല, ഇവിടെ എവിടെയാ താമസം? തൽക്കാലം സ്റ്റേഷനിൽ തന്നെയാ. ഒരു വീട് നോക്കണം. അതിപ്പോ ഇവിടെ ആ, വീടാണെങ്കിൽ മതി മതി മതി, നിർത്തതിന്റെ കിന്നാരം. വീടിന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. വീട് നോക്കാൻ പോണ ഒരാളെ അയ്യോ. എന്നാ എന്നെ മരുന്ന്. എന്താ അസുഖം? പ്രഷർ അല്ലാതെന്താ, ശരീരാണ് ഈ പണിയെടുക്കണ്ടേ. ഓ പിന്നെ ഇവിടുത്തെ പണിയൊക്കെ ഏമാനല്ലേ? മതി 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 മതി, വല്ലതും കുടിക്കാണ്ടെങ്കിൽ എടുക്ക പോയിട്ട്. ശ്രീ അവിടെ ഇരിക്കെ, ഞാൻ ഇതിനകത്ത് നിന്ന് ഇറങ്ങി വരട്ടെ. വാ ഇരിക്കെ, ഇപ്പൊ വരാം. 5 മിനിറ്റ്. ശരി സാർ. അതെ, ഒന്ന് അകത്തേക്ക് പോണമായിരുന്നു. അതിനെന്താ, പൊക്കോളൂ. അല്ല, നിങ്ങളുടെ ഈ നിപ്പ് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇവിടെയും പാറാവ് തുടങ്ങിയെന്ന്. കളിയാക്കിയതാ? അല്ലല്ല, കാര്യമായിട്ട് പറഞ്ഞതാ. പിന്നെ വേറെ ഒരു ജോലിയും കിട്ടാഞ്ഞിട്ടാണോ പോലീസ് ചേർന്ന്? അതെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, കണ്ടപ്പോ അങ്ങനെ തോന്നി. നമസ്കാരം സാർ. ആ രായപ്പനെ പോകുന്നു. കുറച്ചു നേരമായി സാർ. ആ വാ. എന്താണോ തല്ലും പിടി ഉണ്ടാക്കാതെ മര്യാദയ്ക്ക് ജീവിച്ചൂടെ? താൻ എന്താ വെച്ചാ തല്ലിയത്? തുഴ വെച്ചാ സാർ. സാർ, ഇവൻ ഹെൽത്ത് സെന്ററിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. വേണ്ടതെന്താന്ന് വെച്ചാൽ ഒന്ന് രക്ഷിക്കണം സാർ. ആ വാദിയെ പ്രതിയാക്കുന്ന ഏർപ്പാടാ. ആ രായപ്പനെ ഇട്ടോട്. രായപ്പാ, അരമുറി. ഓ എന്താടോ?
ഈ ഫയല് പരമേശ്വര സാർ ഒപ്പിടിക്കാൻ ഞാൻ പിന്നെ കൊണ്ടുവരാം സാർ. അവിടെ നിന്ന് എന്നാ രായപ്പം വയ്ക്കൂ. വളരെ ഉപകാരം സാർ. ആ വൈകിട്ടാണോ സാർ? ശരി. എടോ ആ ജീപ്പിന്റെ പുറകിലേ ഒരേത്തക്കൊലയും ചാക്കേട്ടും ഉണ്ട്. വൈകുന്നേരം തെർസിയാമ്മയുടെ വീട്ടിലെത്തിക്കണം. എത്തിക്കാൻ സാർ. വീടറിയാവോ? ഇല്ല സാർ. പിന്നെ എങ്ങനെ എത്തിക്കും? എടോ ആശുപത്രി അടുത്ത് നിന്ന് ആരോടെങ്കിലും ചോദിച്ചാൽ മതി, പറഞ്ഞുതരും. സാറേ ഈ ത്രേസ്യാമ്മ എന്ന് പറഞ്ഞ സ്ത്രീയുടെ വീട് ഏതാ? ഇയാളുടെ വായിൽ ഇത് പഴോ? ചിലപ്പോ പൊട്ടനായിരിക്കും. ആ എവിടെ പോയിട്ട് വരുന്നു? ടൈപ്പ് കഴിഞ്ഞിട്ട്. ഇതെന്താ ഈ ചാക്കിട്ടൊക്കെ ആയിട്ട്? ഞാൻ ആ ത്രേസ്യാമ്മയുടെ വീട് വരുന്നു പോവാ. ചേട്ടാ ഈ ത്രേസ്യാമ്മയുടെ വീട്ടിലുള്ള വഴി ഏതാ? നേരെ അങ്ങ് വിട്ടാ മതി. നേരെ പോയിട്ട് നേരെ അങ്ങോട്ട് ചെല്ലടോ. അവിടെ എത്തുമ്പോ അവള് എന്നെ വിളിച്ച് കയറ്റിക്കോളൂ. ഓരത്തമാരെ ഇറങ്ങിക്കോളും ചാക്കോട്ടായിട്ട്. പണ്ടൊക്കെ രാത്രി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഫുൾ ടൈം ആയെന്നാ തോന്നുന്നു. അവളുടെ സമയം കൊള്ളാം. ഇവിടെ ആരും ഇല്ലേ? നന്നായിട്ട് സാറേ. എസ് ഐ സാർ നന്നായിച്ചാ. ഏതാ മനസ്സിലായില്ല. ഞാനിവിടെ സ്റ്റേഷനിൽ പുതിയതായിട്ട് വന്നതാ. പോവാന്നോ? അതെന്നാ പോക്കാ? കേറിയിരിക്കെ, ഇച്ചിരി കാപ്പ് കുടിച്ചിട്ട് വാ. അല്ലേ ചൂടായിട്ട് എന്തേലും ഇത്തിരി. എനിക്കൊന്നും വേണ്ട. ഓ എന്നാ പേടിയാന്നേ. ഞാൻ പിടിച്ച് തിന്നത്തൊന്നും ഇല്ല. അയ്യോ എനിക്കൊന്നും വേണ്ട. എന്നെ വിടൂ. വിട്. അയ്യോ